അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഉത്സവം കാണലാണ്. ഉത്സവം കാണൽ ഇത് ഒരു ദിവസത്തെയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ 3-4 ദിവസം ഈ ഉത്സവം കാണാൻ പോയി. ആ കാണാൻ പോയ ദിവസത്തെയൊക്കെ പരിപാടിയൊക്കെ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി കാണാൻ വളരെയധികം ഭംഗിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി. ഇതിന് ഇപ്പുറത്തെ സൈഡിൽ ഫുഡ് കോർട്ടും ഐസ്ക്രീമും ഒക്കെ ഒരുപാടുണ്ട്. അതൊന്നും എടുക്കാൻ ഒത്തില്ല കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അതെല്ലാം ഉൾക്കൊള്ളിച്ചിടുന്നതായിരിക്കും. ഇങ്ങനെ ഞങ്ങൾ ലൈറ്റ് സെറ്റിങ്സും എല്ലാം കൂടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മൾ പിന്നെ ഫോട്ടോ എടുപ്പും ഇതേപോലെയുള്ള ഒരുപാട് ദേവന്മാരുടെയൊക്കെ ഓരോ ശില്പങ്ങൾ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ലൈറ്റുകൾ. അവിടുത്തെ കുളം കേട്ടോ, ഭയങ്കര ആഴമുള്ള കുളമാണ്. ഇവിടെയൊക്കെ ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര ആഴമുള്ള കുളമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പരിപാടി കാണാൻ വരുമ്പോഴും നല്ല നല്ല സൂപ്പർ പരിപാടികളായിരുന്നു. ഓരോ ക്ലബിൻ്റെയും പരിപാടികളാണ്. നമ്മളുടെ ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ പരിപാടി കോമഡി അവതരിപ്പിക്കുന്ന കലാകാരന്മാരാണ് ഇവർ. ഇവരുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു കേട്ടോ. ഇവരെല്ലാം നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം. നല്ല പരിപാടിയായിരുന്നു. പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഗാനമേളയായിരുന്നു. ഗാനമേളയും സൂപ്പർ ഗാനമേളയായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് പാടുന്ന നല്ല കലാകാരന്മാരായിരുന്നു. ഓരോ ദിവസവും ഓരോ ക്ലബിൻ്റെ പരിപാടിയായിരുന്നു. ഇത് പിറ്റേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. ഈ കലാകാരന്മാരെ നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല കോമഡി ആയിരുന്നു. ഇവരൊക്കെ നല്ല കോമഡി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ഫ്ലവേഴ്സിലും ഏഷ്യാനെറ്റിലും മറ്റ് ചാനലുകളിലൊക്കെ കോമഡി അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്. ആ പാട്ട് പാടുന്ന ജിനു എന്ന് പറയുന്ന കലാകാരൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ പേര് എനിക്ക് അത്ര അറിയാൻ വയ്യ. എന്നാലും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഇത് സ്റ്റേജിന് വെളിയിൽ വന്ന് നിന്നൊക്കെ ഒരുപാട് കോമഡിയൊക്കെ അവതരിപ്പിച്ചു. എല്ലാവരും ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.